നമുക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ പഠിക്കാനായിട്ടോ നമുക്ക് നമ്മുടെ നാടും വീടുമൊക്കെ വിട്ടിട്ട് നമുക്ക് കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തൊക്കെ പോകേണ്ടി വരുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ആശ്വാസം അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മലയാളം സംസാരിക്കാനും നമുക്ക് നമ്മളുടെ പ്രോഗ്രാംസിനൊക്കെ ഒരു അവസരങ്ങൾ കിട്ടുന്നത് പല സമാജങ്ങൾ വഴിയൊക്കെയല്ലേ. അപ്പം ഞങ്ങൾക്കിവിടെ ഞങ്ങളുടെ പള്ളിക്കരണി സമാജം, കേരള സമാജമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാട് മലയാളി അസോസിയേഷൻ, അതായത് CTMA എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ അതിൻ്റെ ഒരു കലോത്സവം എല്ലാ വർഷവും നടത്തുന്നതാണ്. അത് എന്ന് തൊട്ടാണ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം വളരെ സമയം കുറഞ്ഞ ഒരു അവസ്ഥയാണെങ്കിലും പരീക്ഷയുടെ ഇടയിലൊക്കെ ആണെങ്കിലും നിത്തുവിന് അവൾക്ക് ഡാൻസിന് പോകണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം പറഞ്ഞു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഒരു കുട്ടീനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിനൊന്നും പറഞ്ഞില്ല, ഞാൻ മോളോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അവളോട് ചോദിച്ചപ്പോൾ അവൾക്ക് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഭയങ്കര താല്പര്യം. നോർമൽ ഒരു പെർഫോമൻസ് ആണെങ്കിൽ അവൾക്ക് വേണ്ടായിരുന്നു. കോമ്പറ്റീഷൻ ആയതുകൊണ്ട് അവൾക്കത് അങ്ങനെ പോവാറില്ല, സ്കൂളിലും അങ്ങനെയൊന്നും നടത്താറില്ലല്ലോ. അപ്പോൾ അവൾക്ക് ആ ഒരു വേർഡ് കേട്ടപ്പോൾ ഓക്കെ ഞാൻ പോവാന്ന് പറഞ്ഞു. മുഖപ്പേർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മാർ ഗ്രിഗോറിയസ് കോളേജ്, അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കലോത്സവം നടത്തുന്നത്. ഇപ്പോൾ ഒരു 2-3 ആഴ്ചയൊക്കെയായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പോയം റൈറ്റിംഗ്, സ്റ്റോറി റൈറ്റിംഗ്, അങ്ങനെയുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് കോമ്പറ്റീഷൻ, അതൊക്കെ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് 2 സാറ്റർഡേ സൺഡേ ആയിട്ട് നടത്തി. പല പല അസോസിയേഷനുകളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ CTMAയുടെ ഒരു ഇതാന്ന് തോന്നുന്നു, നമുക്ക് വരുന്ന എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം ഫ്രീ ആണ്. നമുക്കവിടെ ചെന്ന് കഴിക്കാവുന്നതാണ്. അതാണ് ഞങ്ങളൊരു 7 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി 8 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തി. രാവിലെ തിരക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ വന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ മേക്കപ്പ് സെക്ഷനിലേക്ക് പോയി. അവിടെ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. എല്ലാം മേക്കപ്പ് മാൻ ആണെങ്കിലും എല്ലാം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു എക്സ്പെൻസ് നമുക്ക് ആ ഒരു കാര്യത്തിൽ വരുന്നേ ഉള്ളൂ, അല്ലാതെ നമുക്കൊന്നും അറിയണ്ട. അതാണല്ലോ നമുക്ക് മെയിൻ. ഇപ്പൊ സമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടായ്മ തന്നെയാണ്. നമുക്ക് എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടി വന്നിട്ടില്ല. മോളെ പ്രാക്ടീസിന് കൊണ്ടുവരുന്നു. ആ ഒരു കോസ്റ്റ്യൂമിന്റെ റെന്റലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയൊരു എക്സ്പെൻസ് അല്ലാണ്ട് നമുക്ക് ആ ഒരു രീതിയിലും നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല. അപ്പം എല്ലാം കമ്മ്യൂട്ടേഷൻ ആയാലും എല്ലാം അവരുടെ വകയിലായിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമുക്ക് ഇതുപോലെ മാറി വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക്, അതായത് നാട്ടിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാർക്ക് വളരെ എൻജോയ്മെന്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. സമയത്തിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ പ്രാക്ടീസിനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊക്കെ ഇപ്പം തീരെ ജോയിൻ ചെയ്യാത്തത്. അല്ലെങ്കിൽ ആകെ കിട്ടുന്ന ഒരു സാറ്റർഡേ സൺഡേ അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കും. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ എവിടെയായാലും മലയാളികൾക്ക് ഒരു കൂട്ടായ്മ ഉള്ളതൊക്കെ ഇപ്പോഴും ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങൾ ആദ്യം തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് തന്നെ ചെന്ന് സ്റ്റേജിൽ നിന്നു. ഈ ഒരു സ്റ്റേജ് മാത്രമല്ല, ഒരു 3-4 സ്റ്റേജ് ഉണ്ട്, വേറെ മറ്റു പ്രോഗ്രാംസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നുള്ള ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജൂനിയർ ഗേൾസിന്റെ ഡാൻസാണ്, ഗ്രൂപ്പ് ഡാൻസാണ്. ഇത് കഴിഞ്ഞ് ജൂനിയർ ബോയ്സിന്റെ ഉണ്ട്. അങ്ങനെ പല പ്രോഗ്രാം ഇങ്ങനെ 1 by 1 ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയുടെ തന്നെ പല ഭാഗത്തു നിന്നുള്ള പല അസോസിയേഷനിൽ നിന്നുള്ള ആൾക്കാർ ടൈറ്റ് കോമ്പറ്റീഷനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം എന്താ ചെയ്യുക, അവർ സ്റ്റേജിൽ കയറുന്നുണ്ട്. ഞാൻ ഈ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഈ പ്രോഗ്രാം സെപ്പറേറ്റ് ആയിട്ട് ഇടാൻ ട്രൈ ചെയ്യാം. പിന്നെ ഇത് വളരെ നല്ല പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുള്ള് കണ്ടു. ഓൾമോസ്റ്റ് ജൂനിയർ ഗേൾസിന്റെ ഫുൾ ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. ഇവർക്കും അതൊരു മോട്ടിവേഷൻ ആണല്ലോ, നെക്സ്റ്റ് ടൈം ഇവർക്ക് വീണ്ടും പങ്കെടുക്കാൻ തോന്നണമല്ലോ. അപ്പം അതിനുള്ള ആ ഒരു പെർഫോമൻസ് ഒക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ടു. നമ്മുടെ ഒരു 1 സൺഡേ നമ്മൾ അവിടെ തന്നെ ആയിരുന്നു സ്പെൻഡ് ചെയ്തത് കേട്ടോ. കാരണം രാവിലത്തെ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് ഇവർ ടാബ്ലോനും ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ടാബ്ലോ എന്ന് പറയുന്നത് 4 o'clock ആയിരുന്നു പറയണ്ടായിരുന്നത്. സോ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇടയിൽ ലഞ്ച് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ എടുക്കാനേ മറന്നു, ഭയങ്കര തിരക്കുമായിരുന്നു. ലഞ്ച് കഴിഞ്ഞു കുറച്ച് നേരം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഇവർ പോയി കണ്ടു. ഞങ്ങൾ ആ സമയത്ത് ക്ലീനിങ്ങും ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് അടുത്ത മേക്കപ്പ്, അതായത് ഇവർ ടാബ്ലോയ്ക്ക് ഏകലവ്യന്റെ സ്റ്റോറി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അതിന് വേണ്ടിയിട്ട് ഉള്ള മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതേ കാണുന്നില്ല, ഇതാണ് സ്റ്റേജുകൾ പല ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോളേജ് ക്യാമ്പസ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ കോളേജ് ഓർമ്മ വന്നു. എൻ്റെ പഴയ കോളേജല്ല, എൻ്റെ കോളേജ് പഴയ കാലം ഓർമ്മ വന്നു. ആ ഒരു ഗ്രൗണ്ടും പണ്ട് കോളേജിൻ്റെ, ഇത് ആർട്സ് ആൻഡ് സയൻസ് കോളേജാണ്. അപ്പോൾ നമുക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നൊസ്റ്റാൾജിയ തന്നെയാണ് ഇങ്ങനത്തെ ക്ലാസ് റൂംസ് ഒക്കെ കാണുമ്പോൾ.
പിന്നെ ആ ഒരു സമയം പറഞ്ഞപ്പോൾ നമ്മൾ 4 മണി എന്നാണ് പറഞ്ഞത്. അപ്പോൾ 4-4:15 ആയപ്പോഴേക്കും ഞങ്ങൾ ആ ഒരു പറഞ്ഞ സ്റ്റേജ് നമ്പർ ഉണ്ട്, അപ്പോൾ അവിടെ പോയി നിന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ മേഘം കറുത്തിരിക്കണ കണ്ടില്ലേ, നല്ല മഴ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചു പെയ്യുണ്ടാവില്ല, ഇങ്ങനെ തന്നെ രാവിലെ തൊട്ടേ നിൽക്കായിരുന്നു. പക്ഷെ ഇടയിൽ വെച്ച് ചതിച്ചു. ഞങ്ങളിട്ട് ഉള്ളിൽ ആ സ്റ്റേജിൽ കയറി നിന്നു. അപ്പൊ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ ടൈം അപ്പൊ അവർ മാറ്റിയിരുന്നു, 6 മണിക്ക് ശേഷമാണെന്ന്. അപ്പോൾ 4 മണി തൊട്ട് 6 മണി വരെ ഞങ്ങളവിടെ കുടുങ്ങി എന്ന് പറയാം. പക്ഷെ തിരിച്ചു പോകാനും പറ്റില്ലല്ലോ, മേക്കപ്പൊക്കെയും പിന്നെ കുറെ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, ടാബ്ലൊക്കെ. അപ്പൊ അതൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. മഴയും വന്നതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ കയറി നിന്നു. വിരുവിരൽ തരുകനീ ഗുരുദക്ഷിണയായി, വലം കൈയിലെ വിരുവിരൽ തരുകനീ ശിഷ്യ. ഗുരുവിനു വേണ്ടത് ഗുരുദക്ഷിണയല്ല, തൻ കരബലം കവരുന്ന പെരുവിരൽ തന്നെയെന്നൊരു വേളയോർത്തില്ല കാടിന്റെ പുത്രൻ. ചിന്തിച്ചു പെരുവിരൽ ഒഴുകുന്നു ചുടുനിനും, ഖേദമില്ലൊട്ടും മനം ഗുരുഭക്തിയിലലിയുന്നു. നേദിച്ചു പെരുവിരൽ ഗുരുചരണങ്ങളിൽ. അപ്പൊ നമ്മുടെ ഈ ഒരു കാണുന്ന ടാബ്ലോ ഉണ്ടല്ലോ, ഇതിന് നമ്മൾ ഫസ്റ്റ് അടിച്ചു കേട്ടോ. ഫസ്റ്റ് പ്രൈസ് കിട്ടി നമുക്ക്. അത് ഭയങ്കര സന്തോഷമായി. പക്ഷെ ഡാൻസിന് നമുക്ക് ഒന്നും കിട്ടിയില്ല എന്ന് പറയാം. അത് കുഴപ്പമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രൈസ് പ്രതീക്ഷിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പ്രതീക്ഷിച്ചിട്ടോ ഒരു കോമ്പറ്റീഷനും പോകാൻ പറയാറുമില്ല. ഞങ്ങളുടെ ടോട്ടലി ഉള്ള സമാജത്തിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ്. ഫസ്റ്റ് എന്നുള്ളതല്ല, നമ്മൾ ജസ്റ്റ് പങ്കെടുക്കണു, നമുക്ക് എക്സ്പീരിയൻസ് കിട്ടണു, അത് അടുത്ത പ്രോഗ്രാമിലേക്ക് ഒരു എൻകറേജ്മെന്റ് ആവണം, അത്രേ ഉള്ളൂ. അവരും അത് തന്നെയാണ് പറയണേ. പക്ഷെ നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇങ്ങനെ ഡാൻസ് ക്ലാസിക്കലൊക്കെ പഠിക്കാത്ത കുട്ടികൾക്ക് കുറഞ്ഞൊരു കാലയളവിൽ പഠിച്ചെടുത്ത് അത് പെർഫോം ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. ഇവരില് 2 പേരൊഴികെ ബാക്കി ആരും ട്രെയിൻഡ് ഡാൻസേഴ്സ് അല്ല. അപ്പൊ എൻ്റെ മോളാണെങ്കിൽ അവള് വെസ്റ്റേൺ പഠിക്കുന്നുണ്ട്, പല കുട്ടികളും വെസ്റ്റേൺ പഠിക്കുന്നുണ്ടാവും. പക്ഷെ ക്ലാസിക്കൽ പഠിച്ച കുട്ടികൾക്കാണ് ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനും ആ ഒരു എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആവുക. പക്ഷെ എന്നിട്ടും ഇവർ മാക്സിമം ട്രൈ ചെയ്തു. അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അത്രയും സമയമായി, രാത്രിയായി. വീട്ടിലെത്തിയപ്പോൾ ശരിക്കും 9 മണിയായി. വീക്ക് ഡേയ്സിൽ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റിനോവേഷനൊക്കെ സാറ്റർഡേ സൺഡേ ആണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.